സ്കൂള് തുറന്നാൽ അപ്പം തുടങ്ങും പ്രൊജക്റ്റ് അസൈൻമെൻറ്റ്. അപ്പം നമുക്കിന്ന് കുറച്ച് പ്രൊജക്റ്റിന് പറ്റിയതോ അല്ലെങ്കിൽ അസൈൻമെൻറ്റ് പറ്റിയോ ബോർഡർ ഐഡിയാസ് നോക്കിയാലോ? അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ സജു. ഇന്ന് നമുക്ക് കുറച്ച് ബോർഡർ ഐഡിയാസ് നോക്കിയാലോ? അതും നല്ല ക്യൂട്ടായിട്ട് എസ്തെറ്റിക് ആയിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു വാർണിംഗ് പറയാലോ. ചില ടീച്ചേഴ്സ് നമ്മളെ എത്ര ഡെക്കറേറ്റ് ചെയ്താലും പറ്റൂല. ചില ടീച്ചേഴ്സിന് പ്ലെയിൻ ആയിട്ടുള്ളതാണ് ഇഷ്ടമുണ്ടാവുക. ബട്ട് ചില ടീച്ചേഴ്സിന് നല്ല കളർഫുള്ളായിട്ട് നമ്മൾ നല്ല എഫേർട്ട് ഇട്ടിട്ട് കാണുന്നതായിരിക്കും ചില ടീച്ചേഴ്സിന് ഭയങ്കര താല്പര്യം. അപ്പോൾ നിങ്ങളെ സ്കൂളിൽ എങ്ങനെയൊക്കെയുള്ള ടീച്ചേഴ്സാണെന്നുള്ളത് കമൻറ്റിൽ പറയണേ. പിന്നല്ലടാ, ഞാൻ ഇപ്പോഴും നോക്കുമ്പോഴാണ് ഈ ഒരു സ്ക്രീനിൽ ഒരു ജന്തുജീവി ഇങ്ങനെ നടക്കണ കാണുന്നത്. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ടൈമിൽ ഞാൻ അതിനെ കണ്ടില്ല. ഞാനപ്പോൾ നൈറ്റാണ് വീഡിയോ ഷൂട്ട് ചെയ്യാറ്. കാരണം എനിക്ക് രാവിലെ വർക്ക് ഉള്ളതുകൊണ്ട് ഞാൻ നൈറ്റാണ് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യൽ. അപ്പോൾ ലൈറ്റിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണേ. നിങ്ങളെ സജഷൻസാണ് നമ്മളെ വീഡിയോസ് ഇമ്പ്രൂവ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മളൊരു ഡെയ്സി തീമിലുള്ള ഒരു ബോർഡർ ഐഡിയ ആണ് ഇത്. ഇനി നമുക്കൊരു പർപ്പിൾ കളറിലെ ഒരു ബോർഡർ ഐഡിയ ആക്കിയാലോ? അപ്പം ഞാൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ കുറച്ചും കൂടി തിക്കായിട്ടുള്ള ബോർഡേഴ്സാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് തിന്നാക്കാം, അതേപോലെ കളേഴ്സ് മാറ്റാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കൂടുതലായിട്ട് ഡോംസിൻ്റെ ബ്രഷ് പെൻസാണ് യൂസ് ചെയ്യുന്നത്. കാരണം എനിക്ക് ഡോംസിൻ്റെ ബ്രഷ് പെൻസ് നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടും നമ്മൾ കൊടുക്കണ ക്യാഷിന് നല്ല വേർത്തായിട്ടും ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ ഒരു സ്ട്രോക്ക് തന്നെ നമ്മൾ വിചാരിച്ചുള്ള കളർ കിട്ടും ചെയ്യും. അപ്പോൾ ഞാൻ അതാണ് ഇവിടെ കൂടുതലായിട്ട് യൂസ് ചെയ്യാറ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ കളേഴ്സ് യൂസ് ചെയ്യാം, ബ്രൈറ്റ് കളേഴ്സ് യൂസ് ചെയ്യാം. എനിക്ക് പേസ്റ്റൽ ഷെയ്ഡ്സാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ നമ്മൾ പർപ്പിൾ ഇവിടെ റെഡിയായി. അടുത്ത് നമുക്കൊരു പിങ്കിൽ പിടിക്കാം. കാരണം പിങ്ക് എസ്തെറ്റിക് ക്യൂട്ട്നെസ് പറഞ്ഞാൽ പിങ്ക് തൊട്ടുള്ള ഒരു കളിയില്ല. അപ്പോൾ നമുക്ക് പിങ്ക് വെച്ചിട്ടൊന്ന് ചെയ്യാം. എന്നിട്ട് അതേപോലെ കോർണേഴ്സിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം റെഡ് കളർ പേനയോ അല്ലാന്നുണ്ടെങ്കിൽ മാർക്കറോ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ആക്കാം. അത് വെച്ചിട്ട് നമുക്ക് കുറച്ച് ഹാർട്ട്, അതേപോലെ ഞാൻ 4 സൈഡും 4 പിക്ചറാണ് വരച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെയിം ഹേർട്ട് ഷേപ്പ് തന്നെ വരച്ചു കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ബോ ഷേപ്പ് വരച്ചു കൊടുക്കാം. പിന്നെ ഞാനൊരു സ്റ്റാറൊക്കെ പോലുള്ള ഒരു ഇമോജിയാണ് വരയ്ക്കാൻ നോക്കിയത്. പക്ഷെ അത് ചെറുതായിട്ടൊന്ന് പാളിക്കണമെന്ന് തോന്നുന്നുണ്ട്. ബട്ട് എന്നാലും കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മുടെ പിങ്ക് ബോർഡർ ഇവിടെ റെഡി ആയിക്കോളും. ഇനി ഞാൻ അലങ്കാരത്തിനും അലങ്കോലത്തിനും കുറച്ച് ഞാൻ സ്റ്റാർസും അതേപോലെ ഹാർട്ടൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടിപൊളി ആയിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അടുത്ത് നമുക്ക് കുറച്ചും കൂടി സിമ്പിളായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാക്കുക. ഇതുവരെ ഉണ്ടാക്കിയാലും ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ്. കാരണം ഇത് ഒന്നും കൂടി സിമ്പിളാണ്. പിന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരണം എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. കാരണം ചില ഇംപെർഫെക്ഷൻസ് കാണാനും നല്ല ഭംഗിയുണ്ടാകും. അപ്പോൾ ആദ്യം നമ്മൾ ജസ്റ്റ് പേനിങ് കൊണ്ടൊന്ന് ഔട്ട്ലൈൻ ചെയ്തെടുക്കുക 2 ഫ്ലവർ. ഇത് നമുക്ക് ഏത് ചെറിയ കുട്ടികൾക്കും ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ഈ വീഡിയോസിൽ ഫുള്ള് കാണിക്കണത്. അപ്പോൾ ആദ്യം ഞാനൊരു യെല്ലോ കളർ വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററും പിന്നെ അതേപോലെ ബ്ലൂ വെച്ചിട്ട് അതിൻ്റെ പെറ്റൽസും വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം കരുതിയത് ഈ ലൈൻസിനൊന്നും ചെയ്യേണ്ട അതേപോലെ വെക്കാമെന്ന്. പക്ഷേ എനിക്ക് നല്ല പ്ലെയിൻ ആയിട്ട് തോന്നിയതുകൊണ്ട് ഞാനത് ബ്ലൂ കളർ വെച്ചിട്ട് ഒന്നും കൂടി ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ജസ്റ്റ് പേനിങ് കൊണ്ട് ഇങ്ങനെ ഡോട്ടായിട്ട് ഇങ്ങനെ വരച്ചു കൊടുത്തപ്പോൾ എനിക്ക് ഒന്നും കൂടി നല്ല ഭംഗിയായിട്ട് ഫീൽ ചെയ്തു. അങ്ങനെയാണ് കാണാനും എനിക്ക് ഏറ്റവും ഭംഗിയായിട്ട് ഫീൽ ചെയ്തത് ഇതാണ്. ഇതിൻ്റെ സെൻറ്ററിൽ അസൈൻമെൻറ്റെന്നോ അല്ലെങ്കിൽ പ്രൊജക്റ്റെന്നോ എന്ത് എഴുതിയാലും ഒന്നും കൂടി നല്ല ഭംഗി ഉണ്ടാവും. അത് നമുക്ക് ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള യെല്ലോ കളറിൽ പിടിച്ചാലോ? യെല്ലോ കളറിൽ ഒരു ഹാഫ് സർക്കിൾ ഇങ്ങനെ വരച്ചു കൊടുക്കുക. അതിനുള്ളിൽ പേന വെച്ചിട്ട് ഇങ്ങനെ സർക്കിൾ 1 by 1 ആയിട്ട് ചെറുതാക്കി ഇങ്ങനെ വരച്ചു കൊടുക്കുക. അങ്ങനെ എല്ലാതും വരച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ എല്ലാ സർക്കിളിൻ്റെ ഇടയിൽ കൂടി നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ലീവ്സ് വരച്ചു കൊടുക്കുക. എനിക്ക് ലീവ്സ് ഇട്ടിട്ടുള്ള ഒരു പരിപാടി നടക്കില്ല. കാരണം എനിക്ക് അതൊന്നും കൂടി ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ അടിയിൽ കൂടെ ഒന്നും കൂടി ലീവ്സ് വരയ്ക്കുന്നുണ്ട്. അതൊന്നും കൂടി എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് ക്രോസ് ആയിട്ട് ലൈൻസ് വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഓറഞ്ച് കളറും കൊണ്ട് കുറച്ച് ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കുറച്ച് ഓവറായി തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വരച്ചാൽ മതി, അത് ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് കളഞ്ഞേക്കാം. അപ്പോൾ അടുത്ത് നമുക്കൊരു ബ്ലൂ കളറിലാക്കിയാലോ? ഇനി ഞാൻ കുറച്ചും കൂടി സിമ്പിളായിട്ടുള്ള ബോർഡർ ഐഡിയാസ് തന്നെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും നേരം കുറച്ച് ഹെവി ആയിട്ടല്ലേ കാണിച്ചിരുന്നത്. അപ്പോൾ അങ്ങനത്തത് ഇഷ്ടപ്പെടാത്ത ടീച്ചേഴ്സിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ആദ്യം ബ്ലൂ കളർ കൊണ്ട് ജസ്റ്റ് ഒരു ബോർഡർ ലൈൻ വരച്ചു കൊടുക്കാം. അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഇങ്ങനെ റെയിൻബോ പോലെ വരച്ചു കൊടുത്താൽ ഒന്ന് സെറ്റായി. അടുത്തത് അതേപോലെ ഗ്രീൻ കളർ കൊണ്ട് ജസ്റ്റ് ഒരു ബോർഡർ വരച്ചു കൊടുക്കാം. അതിൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് ലീവ്സ് ഇങ്ങനെ വരച്ചു കൊടുക്കുക. ആദ്യം ഒരു ലൈൻ വരച്ചു കൊടുക്കുക ബ്ലാക്ക് പെന്നുകൊണ്ട്. ഈ ബ്ലാക്ക് പെൻ തന്നെ യൂസ് ചെയ്യണമെന്നില്ലട്ടിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കളർഫുൾ ആയിട്ടുള്ള പേനൊക്കെ ഉപയോഗിക്കാം. എന്നിട്ട് അപ്പോൾ എല്ലായിടത്തും അങ്ങനെ വരച്ചു കൊടുത്താൽ നമുക്ക് അടിപൊളി അടുത്ത ബോർഡർ കിട്ടി.
അപ്പം അടുത്ത് നമുക്ക് ഇനി ഒരു പർപ്പിൾ കളറിൽ പിടിക്കാം. പർപ്പിളിൽ ഞാൻ ഇതേപോലെ ബോർഡർ വരച്ചു കൊടുക്കുക. ഈ ബോർഡർ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വരക്കണ്ട, നിങ്ങൾക്ക് വേണമെങ്കിൽ കേർവ് ആയിട്ട് വരക്കാം, അങ്ങനെയും ഭംഗിയുണ്ടാവും കാണാൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുറച്ച് ലൈന് സ്ട്രെയിറ്റ് ആയിട്ട് വരക്കാണ്ട് ഇങ്ങനെ ഇടയിലൊരു സർക്കിൾ വരുന്ന രീതിയിൽ വരച്ചുക്കണം. അതിൻ്റെ ഇടയിൽ ഓരോ ഹാർട്ടും കൂടി ഇട്ട് കൊടുത്തുക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ, നമ്മൾ അടുത്ത ബോർഡർ റെഡിയായി. അടുത്ത നമുക്കൊരു പിങ്കിൽ പിടിക്കാം. പിങ്ക് ഇതേപോലെ ജസ്റ്റ് ലൈൻ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഹാർട്ട് വരച്ചു കൊടുത്താൽ അതും റെഡിയായി. അപ്പോൾ അടുത്ത നമുക്കൊരു ഓറഞ്ച് കളറിൽ പിടിച്ചാലോ. ഓറഞ്ച് കളർ പറയുമ്പോൾ മനസ്സിക്ക് ആദ്യം വരുന്നത് ഒരു സൂര്യനാണ്. അപ്പോൾ അതും എങ്ങനെ എസ്തെറ്റിക് ആയിട്ട് വരയ്ക്കാമെന്ന് ആലോചിച്ചപ്പോഴാണ് ചെറുതാക്കിയിട്ടൊന്ന് വരച്ച് നോക്കിയാലോ തോന്നിയത്. സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ പറയണേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തത് ഏത് ടൈപ്പ് വീഡിയോസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണേ. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുന്ന എല്ലാ കമൻറ്റ്സും ഞാൻ വായിക്കാറുണ്ട്. നിങ്ങൾ കമൻറ്റ് ഇട്ടിട്ട് വേണം എന്നെ സപ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ ഞാൻ നിങ്ങൾ പറയുന്ന എല്ലാ സംഭവങ്ങളും ഞാൻ ചെയ്യുന്നതാണ്. വീഡിയോ ചെയ്യാൻ ഇച്ചിരി ഡിലേ ആയെന്ന് കരുതിയിട്ട് നിങ്ങൾ ടെൻഷൻ ആവണ്ട. ഞാൻ ഇപ്പോൾ ഇതുവരെ എടുത്ത വീഡിയോസാണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ പറഞ്ഞ സജഷൻസ് എന്തായാലും ഞാൻ വീഡിയോ ആയിട്ട് ഇടുന്നതാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.